നവരാത്രി 4-ാം ദിവസത്തിൻ്റെ വീഡിയോ ആണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ 4-ാമത്തെ ദിവസം ഇന്നലെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ വൈകിട്ടത്തെ ആർത്തിയൊക്കെ കാണിച്ചാലേ എനിക്ക് വീഡിയോ ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ രാത്രിയാവും, അതുകൊണ്ടാണ് ഇന്നിടുന്നത്. അപ്പോൾ നവരാത്രിയിൽ 9 ദിവസത്തിൽ ആദ്യത്തെ 3 ദിവസം നമ്മൾ ദുർഗാദേവിയും, പിന്നീടുള്ള 3 ദിവസം മഹാലക്ഷ്മി, പിന്നീടാണ് സരസ്വതിയെ പൂജിക്കുന്നത്. അപ്പോൾ ഇന്നലെ മുതൽ മഹാലക്ഷ്മിയാണ്. അപ്പോൾ മഹാലക്ഷ്മിയുടെ കൂടെ ഞാൻ നമ്മുടെ വെങ്കടാചലപതിയെയും കൂടെ ഇരുത്തിയിട്ടുണ്ട്. 2 പേരെയും കൂടെ ഇരുത്തി അലങ്കരിച്ചാണ് പൂജ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ മഹാലക്ഷ്മിക്ക്, ദേവിക്ക് വേറെ പുതിയ സാരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല പുത്തൻ പട്ട് സാരിയാണ് എടുത്തിരിക്കുന്നത്. ഇച്ചിരി പ്രയാസമായിരുന്നു അതിൻ്റെ ഞൊറിയൊക്കെ എടുക്കാൻ. എങ്കിലും ഞാൻ ഉച്ചയ്ക്ക് തന്നെ ഞാൻ എല്ലാം ഞൊറിയൊക്കെ ഇട്ട് എല്ലാം ക്ലിപ്പൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേവിയെ ഞാൻ നല്ലതുപോലെ തന്നെ ഒരുക്കി. പിന്നെ നമ്മുടെ കൈയും കാലൊക്കെ, കാല് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ വേറെ രീതിയിലാണ് വെച്ചത്. ഈ പ്രാവശ്യം ഒരു കാല് നിലത്ത് വെച്ചിട്ട് ഒരു കാലിങ്ങനെ മടക്കി വെക്കുന്ന രീതിയിലാണ് എല്ലാം ദേവിയെ ഒരുക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി വീട്ടിലെ അടുക്കളയിലെ പണിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. രാവിലത്തെയായി, ഉച്ചത്തെയായി. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണ് സാരിയുടെ ഞൊറി എടുത്തതും. പിന്നെ ദേവിയെ ആദ്യത്തെ ഒക്കെ കുറേ ജോലി ഉണ്ടായിരുന്നല്ലോ. നമ്മൾ ദേവി ആദ്യത്തെ സാരിയൊക്കെ മാറ്റി, അവിടുത്തെ പൂക്കളൊക്കെ മാറ്റി, പിന്നെ എല്ലായിടത്തും വേറെ, പിന്നെ അതുമല്ല നമ്മളെ പൂജാമുറിയിലെ പെയിൻറ്റൊക്കെ അടിച്ചെന്ന് പറഞ്ഞില്ലേ, പെയിൻറ്റൊക്കെ ഉണങ്ങി. അപ്പോൾ ഇവിടെ ഇരുന്ന കുഞ്ഞു കുഞ്ഞു വിഗ്രഹങ്ങളൊക്കെ എടുത്ത് ഞാൻ പൂജാമുറിയിലും പോയി അവിടെ പഴയതുപോലെ തന്നെ ആക്കി കേട്ടോ. പഴയ പോലെ തന്നെ ദൈവങ്ങളെയൊക്കെ കൊണ്ടുവച്ചു. അപ്പോൾ നമ്മുടെ ഇവിടെ നമ്മുടെ മഹാലക്ഷ്മി രൂപവും പിന്നെ വെങ്കടാചലപതിയുമാണ്. വെങ്കടാചലപതിയെ പിന്നെ ഒരുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരുക്കിയത് തന്നെ ഇങ്ങോട്ടൊന്ന് വേറൊരു പട്ടൊക്കെ ഇട്ടിട്ട് ഒന്നെടുത്ത് വെച്ചെന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ താഴെ മഞ്ഞ പട്ട് സാരി ഉണ്ടായിരുന്നു. പട്ടല്ല, ഒരു പുതിയ സാരിയാണ്, ഞാൻ ഇതുവരെ ഉടുത്തിട്ടില്ല. അപ്പോൾ ആ മഞ്ഞ സാരിയാണ് ഞാൻ തറയിൽ വിരിച്ചത്. തറയിൽ വിരിച്ചിട്ട് അവിടെ ഒരു ബോക്സ് പോലെ വെച്ചതിന് ശേഷമാണ് ദേവിയുടെ ഒരു പാദം എടുത്ത് ഈ മഞ്ഞപ്പട്ടിൻ്റെ അടിയിൽ ചെറിയൊരു ബോക്സ് വെച്ചിട്ട് ആ ബോക്സിൻ്റെ മുകളിലായിട്ടാണ് വലത്തെ പാദം ഇങ്ങനെ ചവിട്ടി വെച്ചിരിക്കുന്നത് പോലെ ശരിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇടത്തെ കാല് ഈ വലത്തെ കാലിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല രസമാണ്. ഒരു കാലിങ്ങനെ മടക്കി ഒരു കാലിങ്ങനെ തറയിലോട്ട് ചവിട്ടിയാണ് ദേവി ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനതെല്ലാം ഒരുക്കുകയാണ് കേട്ടോ. കാൽപാദമൊക്കെ വെക്കാൻ ഒരു ഇച്ചിരി പ്രയാസമല്ല, നമ്മൾ കറക്റ്റ് വെക്കണം, അല്ലെങ്കിൽ ശരിയാവത്തില്ല. ഞാനിത് 2-3 പ്രാവശ്യം ആക്കിയിട്ടാണ് വെച്ചത്. ഇടത്തെ കാല് വെക്കാൻ എളുപ്പമായിരുന്നു കേട്ടോ. വലത്തെ കാല് ഇച്ചിരി പാടായിരുന്നു. പിന്നെ ശരിയാക്കി, നമുക്ക് പിന്നെ അറിയാം എങ്ങനെയായാലും നമ്മൾ ചെയ്യുമല്ലോ. അപ്പോൾ എല്ലാം ശരിയാക്കി. ഒരു കമൻറ്റിൽ പറഞ്ഞായിരുന്നു, നിങ്ങൾ ബ്രാഹ്മൺസിൽ നിങ്ങൾക്ക് ബൊമ്മക്കൊലു അല്ലേ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ബൊമ്മക്കൊലു അല്ല പ്രാധാന്യം. ബൊമ്മക്കൊലു വെച്ചാലും ഒരു കുഴപ്പമില്ല, നിറയെ വെച്ചാലും ഒരു കുഴപ്പമില്ല. ഭഗവാന്മാർക്ക് എപ്പോഴും അലങ്കാരപ്രിയരാണ് ഈ വിഷ്ണുവും മഹാലക്ഷ്മിയൊക്കെ. അപ്പോൾ ഭഗവാന്മാർക്ക് എത്ര അലങ്കാരങ്ങൾ കൂടിയാലും ഒരു കുഴപ്പമില്ല. പക്ഷേ ഞങ്ങൾ GSB ആണ്. GSB എന്ന് വെച്ചാൽ ഗൗഡ സാരസ്വത ബ്രാഹ്മണർ. ഇനി ഞങ്ങളുടെ ഭാഷ ഏതെന്ന് വെച്ചാൽ കൊങ്കിണിയാണ് ഞങ്ങളുടെ ഭാഷ. ഈ നവരാത്രി സുമംഗലികൾക്കാണ് ഞങ്ങൾ എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത്. സുമംഗലികൾ പരസ്പരം വീടോ കൊടുക്കുക എന്നുള്ളതാണ് നവരാത്രിയിൽ ഏറ്റവും ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു ആചാരം. വീടോ എന്ന് വെച്ചാൽ പഴം, വെറ്റില, പാക്ക്, ഒരു പഴവും 2 വെറ്റില, ചെറിയൊരു പാക്കിൻ്റെ കഷ്ണം. ഇതിത്രയും സുമംഗലികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നതാണ് ഒരു ചടങ്ങാണ് വീടോ കൊടുക്കുക എന്ന് പറയുന്നത്. അത് ഈ നവരാത്രി ദിവസങ്ങളിലാണ് കൊടുക്കുന്നത്. അപ്പോൾ വീടോ കൊടുക്കുക, ഈ വെറ്റിലപ്പാക്ക് കൊടുക്കുമ്പോൾ നമ്മൾ അത് മാത്രമായിട്ട് കൊടുക്കാറില്ല. അതിൻ്റെ കൂടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ചുവന്ന ചരടിൽ മഞ്ഞൾ കെട്ടി കൊടുക്കുന്ന ഒരു ആചാരമാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ വീടോ, പിന്നെ നമ്മൾ ഈ പറഞ്ഞ ചരട്, പിന്നെ കൊടുക്കുന്നത് പൂവ്,
പിന്നെ വള, കൺമഷി, കുങ്കുമം, പിന്നെ വാൽക്കണ്ണാടി, അങ്ങനെ കുറേ 8 സാധനങ്ങൾ ഉൾപ്പെടുന്നതാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഇച്ചിരി എണ്ണത്തിൽ കുറവായാലും കുഴപ്പമില്ല. ബ്ലൗസ് പീസൊക്കെ കൊടുക്കാത്തവരും ഉണ്ട്, പിന്നെ സാരി കൊടുക്കുന്നവരുണ്ട്. പിന്നെ സാരി കൊടുക്കുമ്പോൾ ബ്ലൗസ് പീസും കൂടെ കൊടുക്കണം കേട്ടോ, സാരി മാത്രം അങ്ങനെ കൊടുക്കാറില്ല. അപ്പോൾ ഇത് സുമംഗലികളാണ് ചെയ്തു വരുന്നത്. അപ്പോൾ ഈ നവരാത്രി ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യം ഈ വീടോ കൊടുപ്പും പിന്നെ ദേവിയുടെ സ്തോത്രങ്ങളും ഭജനകളും ഒക്കെ പാടി നിവേദ്യങ്ങളൊക്കെ സമർപ്പിച്ച് നമ്മളതെല്ലാം എല്ലാവർക്കും വരുന്നവർക്കൊക്കെ കൊടുത്തു. പിന്നെ ഒഴിച്ചുവിടാൻ പറ്റത് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞൊരു ആചാരമുണ്ട് കേട്ടോ. ബ്രാഹ്മണൻ എന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലെ തന്നെ ദേവി പൂജ പ്രത്യേകമായിട്ട് പൂജാരിയെ വിളിച്ച് ചെയ്യിപ്പിച്ചിട്ട് എല്ലാവർക്കും സദ്യ കൊടുക്കുന്നത് ആണ് കേട്ടോ. സദ്യ കൊടുത്ത് ഇതേപോലെ നമ്മൾ സുമംഗലികൾ വരികയാണെങ്കിൽ സുമംഗലികൾക്ക് ഈ വീടോ കൊടുത്തിട്ട് കാലിൽ നമ്മൾ തൊട്ട് നമസ്കരിക്കും. അതൊക്കെയാണ് ബ്രാഹ്മണന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനിയുണ്ട് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുട്ടികൾക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് ബുക്ക്, പെൻസിൽ, സ്കെയില്, റബ്ബർ, അങ്ങനെ വേണ്ട പഠിക്കുന്ന എന്ത് ഐറ്റങ്ങളും കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ പെൺകുട്ടികൾക്കാണെങ്കിൽ മാല, വള, കമ്മൽ, പിന്നെ ഡ്രസ്സുകൾ കൊടുക്കാം. അങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ പിള്ളേർക്കും കൊടുക്കും. വിദ്യാരംഭത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ദേവിക്ക് നിവേദ്യങ്ങളായിട്ട് നമ്മൾ നവധാന്യങ്ങളിൽ ഓരോ ഐറ്റങ്ങൾ ഓരോ ദിവസം നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ പാൽപ്പായസം, പിന്നെ ഫ്രൂട്ട്സ് വെക്കാം, പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് വെക്കാം, പഴം വെക്കാം, അങ്ങനെ കുറേ ഐറ്റങ്ങൾ നമുക്കിഷ്ടമുള്ളത് വെക്കാം. അപ്പോൾ ഞാൻ എന്നത്തെ പോലെ തന്നെ സന്ധ്യാസമയത്ത് നമ്മൾ വിളക്കൊക്കെ കൊളുത്തി നിവേദ്യങ്ങളൊക്കെ വെച്ച് ഭജനയൊക്കെ കുറേ ചൊല്ലി. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ തുളസിത്തറ വിളക്ക് കത്തിക്കാൻ പോയപ്പം നമ്മുടെ വീടിൻ്റെ മുകളിൽ ഒത്തിരി കിളികൾ, ഒരു 10-100 കിളികൾ ഇങ്ങനെ ചിലച്ചോണ്ടങ്ങിരിക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഇടാം കേട്ടോ. എനിക്ക് അത് പക്ഷേ നല്ല തെളിഞ്ഞ് കാണുമെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും ഞാൻ ഇടാം. അത് നല്ലതിനാണോ ചീത്തയാണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റിലൂടെ അറിയിപ്പിക്കാം. അപ്പോൾ ഞാനത് ശരിയാക്കി പഠിക്കാൻ നോക്കാം. जय गुरुकुल बाला श्री वेणुगोपाला आनंद